എന്തുകൊണ്ടാണ് എല്ലാ AI ടൂളുകളും ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഇസ് ദാറ്റ് ആസ് എ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് ജനറസിറ്റി? അബ്സല്യൂട്ട്ലി നോ. ആദ്യം നമ്മൾ കണ്ടു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായിട്ട് ഗൂഗിൾ അവരുടെ ജെമിനിയുടെ പ്രോ വേർഷൻ ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്ന് കണ്ടു. രണ്ടാമതിന് ശേഷം പെർപ്ലക്സിറ്റി എയർടെൽ യൂസേഴ്സിന് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ലാസ്റ്റ് ഒരാഴ്ച മുമ്പ് ജിയോ അവരുടെ യൂസേഴ്സിന് 1.5 വർഷത്തേക്ക് ജെമിനിയുടെ പ്രോ വേർഷൻ ഉപയോഗിക്കാമെന്ന് കണ്ടു. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ChatGPTയും അവരുടെ ഗോ വേർഷൻ ഇന്ത്യക്കാർക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ് എല്ലാ കമ്പനികളും ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഇതിന്റെ പിന്നിൽ കോർപ്പറേറ്റ് അജണ്ടകളുണ്ടോ? അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങളുടെ അപ്പുറത്ത് നമ്മൾക്ക് എന്തെങ്കിലും കോട്ടങ്ങളുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അത് നമ്മളെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കോണ്ടന്റുകളും നമ്മുടെ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത്. അതേപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. താല്പര്യമുള്ള ആളുകൾക്ക് ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇന്ത്യയിലേക്ക് ഇത്തരം AI കമ്പനികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്യൂർലി ബിസിനസ് ആണ്. മൂന്നാമത്തെ കാരണം നമ്മൾ കുറച്ച് കെയർഫുൾ ആവേണ്ടതാണ്. മൂന്നാമത്തെ കാരണം എന്നുള്ളത്, അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് തന്നെയാണ്. അതായത് ഇന്ത്യയിൽ 900 മില്യൺ ആക്റ്റീവ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഓപ്പൺ AIനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഫസ്റ്റ് നിൽക്കുന്നത് അമേരിക്കയാണ്, അതിനുശേഷമുള്ളത് ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റിൽ തങ്ങളുടെ സ്വാധീനം ചെലുത്തുക എന്നുള്ളത് ഓരോ കമ്പനികളും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വാക്കേണ്ട ഒരു വാക്യമുണ്ട്, ഇഫ് യു വാണ്ട് ടു വിൻ ദ ഫ്യൂച്ചർ ഓഫ് AI യു മസ്റ്റ് വിൻ ഇൻ ഇന്ത്യ. AIൻ്റെ ഫ്യൂച്ചർ കയ്യിൽ ഒതുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ആദ്യം കയ്യിൽ ഒതുക്കണം എന്നുള്ള വാക്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. ഇതാണ് ഒന്നാമത്തെ കാരണം. ഒന്നാമത്തേത് മാർക്കറ്റാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനാണ്. അതായത് നമ്മൾ ആദ്യം കണ്ടു ഗൂഗിൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്ക് ജെമിനിയുടെ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും വലിയൊരു മാർക്കറ്റിൽ ആരാണോ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അവർക്ക് വലിയ പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ കമ്പനികളും നോക്കുക, ഇപ്പോൾ ChatGPT ഒരു ഫ്രീ കൊടുക്കുമ്പോൾ ഗൂഗിൾ സംശയത്തോടെ നോക്കും, അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി സംശയത്തോടെ നോക്കും. അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ മാർക്കറ്റ് മറ്റുള്ളവർ ഒരിക്കലും തട്ടിയെടുക്കരുത് എന്ന് കരുതിയിട്ട് ഈ മാർക്കറ്റിൽ അവരുടെ പ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രീ കൊടുക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരികയല്ല, അവർ തമ്മിലുള്ള ഈ കമ്പനികൾ തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന് തെറിച്ച് വരുന്ന ചില ചെറിയ കുഞ്ഞു ചീളുകളാണ് നമുക്ക് ഈ ഒരു വർഷത്തേക്കും 1.5 വർഷത്തേക്കും നമ്മൾക്ക് കിട്ടുന്ന ഈ ഫ്രീ AI ടൂളുകൾ. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കെയർഫുൾ ആവേണ്ടതും നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതുമാണ്, ദ ന്യൂ ഓയിൽ ഇറ്റ് ഈസ് എ ഡാറ്റ. അതായത് ഇത്രയും വലിയൊരു ആളുകളുടെ ഡാറ്റ ഈ AI ടൂളുകളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കത് ഫ്യൂച്ചറിൽ പല വിധേന ഉപയോഗിക്കാൻ സാധിക്കും. പല രീതിയിൽ അവർക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ജിയോ ഫസ്റ്റ് ടൈം ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അവർ ഈ ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്ത്യക്കാർ എവിടെയെല്ലാം സ്പെൻഡ് ചെയ്യണത്, ഇന്ത്യക്കാരുടെ ജീവിത രീതി എങ്ങനെയാണ്, സെർച്ച് ഹിസ്റ്ററി എങ്ങനെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, പർച്ചേസിങ് എങ്ങനെയാണ് തുടങ്ങിയ എൻ്റയർ കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർക്കൊരു ഡാറ്റ കിട്ടുമ്പോൾ അവർക്ക് പല വിധേന ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഏരിയയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഡാറ്റ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ആ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് സൂപ്പർ മാർക്കറ്റ് സ്ഥാപിക്കാൻ സാധിക്കും. ഞാൻ കുഞ്ഞു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് പോയിന്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 900 മില്യൺ യൂസേഴ്സ് ഉള്ള ആളുകളുടെ ഡാറ്റ ഈ AI ടൂളുകൾക്ക് കിട്ടുമ്പോൾ അവർക്കത് ഫ്യൂച്ചറിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഒരു ഉദാഹരണം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ആമസോണിൽ ഒരു സാധനം കാർട്ട് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് അതിൻ്റെ പരസ്യം ഇമെയിലിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നിരന്തരമായി കാണിച്ചു തന്നിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ AI ഓട്ടോമാറ്റിക്കായിട്ട് 2-3 ഡിസിഷനിലേക്ക് എത്തും. ഒന്ന്, ചിലപ്പോൾ നിങ്ങളടുത്ത് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം. അപ്പോൾ പൈസ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് ഒരു കൺക്ലൂഡിങ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് തരുന്ന ആഡുകൾ ഏതായിരിക്കും? ഒന്നുകിൽ EMI ഓപ്ഷനിൽ ഇത് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് പൈസ ലോണായിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത്തരത്തിലുള്ള ആഡുകൾ നമുക്ക് കാണിച്ചു തരും. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഡാറ്റ വെച്ച് നമ്മളെ കളിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. അത് ചിലപ്പോൾ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും നമ്മൾക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മറ്റൊരു കാരണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്, ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്.
അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മിനിയേച്ചർ വേൾഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എന്താ വെച്ചാൽ വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നത്, വ്യത്യസ്ത കൾച്ചറുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ട്, വ്യത്യസ്ത എക്കണോമിക് ലെവലിലുള്ള ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇവർക്ക് AI ടൂളുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസേഴ്സാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഓരോ യൂസേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഫീഡ്ബാക്കുകൾ ഒക്കെ അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ അവരുടെ ടൂളുകളെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പം നമ്മളൊരു യൂസേഴ്സ് എന്നതിൻ്റെ അപ്പുറത്ത് അവർ നമ്മളെ കണക്കാക്കുന്നത് അവരുടെ ടൂളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ട്രെയിനേഴ്സ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ലാംഗ്വേജുകളിൽ ഇവരുടെ AI ടൂളുകൾ ഇവർക്ക് ട്രെയിൻ ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജെമിനിയിലോ ChatGPTയിലോ SEO ബേസ്ഡ് ആയിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻസും ഒരു മലയാളം കണ്ടന്റിന് അല്ലെങ്കിൽ കേരളത്തിലെ ഓഡിയൻസിന് വേണ്ടി നിർമ്മിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 3 തരത്തിലുള്ള ടെക്സ്റ്റുകൾ തരും. ചിലപ്പോൾ പ്യുവർ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ പ്യുവർ മലയാളം, മൂന്നാമതായിട്ട് മംഗ്ലീഷിൽ അവർ തരും. അപ്പോൾ മംഗ്ലീഷിൽ തരുന്നതിന് എന്തുകൊണ്ടാണ് മംഗ്ലീഷിൽ തരുന്നതെന്ന് എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാരണം തന്നെ അത് പറഞ്ഞുതരും. കേരളക്കാർ കൂടുതലായിട്ടും ഒന്ന് പ്യുവർ ഇംഗ്ലീഷിൽ ചോദിക്കൂല എന്നുള്ളതാണ് ഒരു കാരണം പറയുന്നത്. ഇത് വലിയൊരു ഓഡിയൻസിനെ വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ പ്യുവർ മലയാളത്തിലും ആരും സെർച്ച് ചെയ്യൂല. കൂടുതൽ ആളുകളും ഇംഗ്ലീഷ് കലർന്ന മംഗ്ലീഷിലാണ് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു അതായത് ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ലാംഗ്വേജുകളുള്ള ഒരു നാട്ടിൽ ഈ AI ടൂളുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ അത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആവും, വലിയൊരു അപ്ഡേറ്റ് ഇവരിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നമ്മൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾക്കും നേട്ടമല്ലേ? ഉണ്ട്, നമ്മൾക്കും നേട്ടമുണ്ട്. ഇന്ത്യക്കാർക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഇപ്പോൾ ഈ ChatGPTൻ്റെ ആണെങ്കിലും പെർപ്ലക്സിറ്റിൻ്റെ ആണെങ്കിലും ജെമിനിയുടെ ഒക്കെ ആണെങ്കിലും പ്രോ വേർഷൻസ് ഒരു ലാർജ് ഓഡിയൻസും ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിക്കൂല. ഇതൊരു യാഥാർത്ഥ്യമാണ്, സത്യാവസ്ഥയാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇവർ ഫ്രീ ആയിട്ട് തരുമ്പോൾ വലിയൊരു ജനസംഖ്യക്ക് ഇത് ഫ്രീ ആയിട്ട് ഇതിൻ്റെ ടോപ്പ് ലെവലിലുള്ള AI ടൂൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രോ വേർഷൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, അതായത് ന്യൂയോർക്കിലുള്ള US-ലുള്ള ഒരു പെയ്ഡ് യൂസേഴ്സിന് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന നേട്ടം. ഇനി വേറൊരു ഉദാഹരണം കൂടി പറയാം. UAE പോലത്തെ രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് UAE ഗവൺമെൻറ് പർച്ചേസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതെന്താ വെച്ചാൽ അത്തരത്തിലുള്ള ഒരു സ്കീം ഇവരുടെ ഈ കോമ്പറ്റീഷൻ കാരണം നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഓഡിയൻസിന് വളരെ ഗുണകരമാകും. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക്, സ്റ്റുഡൻസിന്, രക്ഷിതാക്കൾക്ക്, എംപ്ലോയീസിന്, അങ്ങനെ എല്ലാവർക്കും ഈ AI ടൂളുകളുടെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള AI ടൂള് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഉപയോഗിക്കുന്നത് വഴി നമ്മൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു വിദ്യാർത്ഥി അത് ഉപയോഗിക്കുമ്പോൾ പ്രോ ലെവലിലുള്ള ടൂളുകൾ ഉപയോഗിച്ചാൽ അവരുടെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജോബുകൾ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇതുകൊണ്ട് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. രണ്ടാമത് എന്താ വെച്ചാൽ ഇത്തരം AI ടൂളുകൾ വരുന്നത് വഴി നമുക്ക് വലിയൊരു ലോകത്തേക്കുള്ള ഓപ്പണിംഗ് ആണ് നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുവഴി കുറേ ആളുകൾക്ക് അവരുടെ സ്കില്ലുകൾ, അവരുടെ ജോബുകൾ, അവരുടെ ലൈഫ്, ഇതൊക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. ഇതല്ലാതെയും മറ്റനേകം നേട്ടങ്ങളുണ്ട്. നേട്ടങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മൾ കോട്ടങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടി പറയണം. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിൻ്റെ മറ്റൊരു സൈഡ്, നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു സൈഡ് എന്താ വെച്ചാൽ ഇപ്പോൾ ഫ്രീ കിട്ടുമ്പോൾ കുറേ ആളുകൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. അതായത് 12 മാസം, ഒരു വർഷത്തേക്ക് മിക്ക ആളുകളും പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. ഈ 12 മാസത്തിന് ശേഷം കുറേ ആളുകൾ ഇത് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും മറന്നിട്ടുണ്ടാകും. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പോകും. അപ്പോൾ ഒരു ലാർജ് സ്കെയിൽ ഓഡിയൻസില്ല പെയ്ഡ് യൂസേഴ്സിന് ഇവർക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മുടെ അടുത്തുനിന്ന് നമ്മളറിയാതെ ചിലപ്പോൾ ഇവർ പൈസ എടുക്കും, അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് അവർ കൊണ്ടുവരും എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു AI ടൂൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു AI ടൂളിൻ്റെ അഡിക്ഷൻ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നെഗറ്റീവ് സൈഡിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ജെമിനി ഒരു വർഷം ഒരാൾ പ്രോ വേർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും പിന്നെ ഫ്രീ വേർഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം
ഫ്രീ വേർഷനും പ്രോ വേർഷനും രണ്ടും രണ്ട് തലങ്ങളാണ്. അതിൻ്റെ ഔട്ട്പുട്ടുകൾ രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോ വേർഷനിൽ ഒരാൾ സ്ഥിരമായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടാൽ, അതായത് മോഡിഫൈഡ് ആയിക്കഴിഞ്ഞാൽ ആൾക്ക് ഒരിക്കലും ഫ്രീ വേർഷനിലേക്ക് മാറാൻ സാധിക്കില്ല. അപ്പോൾ ഈ 1 വർഷത്തിന് ശേഷം എന്ത് ചെയ്യും, ഇവർ ഇതിൻ്റെ പെയ്ഡ് യൂസേഴ്സ് ആയിട്ട് മാറും എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് നമ്മൾ ഏറ്റവും കെയർഫുൾ ആവേണ്ട കാര്യം. കുറേ ആളുകൾ എന്താ വെച്ചാൽ ChatGPT, Gemini ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിനോട് വളരെ ഓപ്പൺ ആയിട്ട് കുറേ കാര്യങ്ങൾ സംവദിക്കും, ഇതിന് ഒരുപാട് ഇൻഫർമേഷൻസ് അങ്ങോട്ട് കൊടുക്കും. അവിടെ ഒന്നും നമ്മൾ കെയർഫുൾ ആവില്ല. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ അല്ല. നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റയാണ്. അപ്പോൾ ഇത് കെയർഫുൾ ആയില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ AI ടൂളുകൾ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആൾക്കാണ് നമ്മളെ വളരെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുക. അപ്പോൾ നമ്മളെക്കുറിച്ചിട്ട് എൻറ്റയർ ഇൻഫർമേഷൻസും, നമ്മളുടെ ബിഹേവിയർ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈസി ആയിട്ട് നമ്മളെ പറ്റിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റൂല, ഉപയോഗിക്കരുത് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കെയർഫുൾ ആവുക, നമ്മളെപ്പോഴും അനോണിമസ് ആവാൻ ശ്രമിക്കുക. വളരെ ഓപ്പൺ ആയിട്ടൊന്നും ഈ AI ടൂളുകളുമായിട്ട് സംവദിക്കരുത്, അല്ലെങ്കിൽ നമ്മളുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കരുത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് ഇനിയും 2-3 പോയിന്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്, ഞാൻ ഇന്ന പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിലും പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.